ജി സുധാകരനെ നേരിടാൻ സിപിഐഎം സംസ്ഥാന നേതാക്കൾ ആലപ്പുഴയിലേക്ക്. ഇന്ന് വൈകിട്ടാണ് സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന വിശദീകരണ യോഗം നടക്കുക. ജി സുധാകരൻ പാർട്ടിയെ ചതിച്ചുവെന്നാണ് നേതൃത്വം ജനങ്ങളോട് വിശദീകരിക്കുക. അതിനിടെ ചെങ്ങന്നൂരിൽ വോട്ട് കച്ചവടം നടന്നെന്ന ജി സുധാകരന്റെ വിമർശനം വസ്തുത അറിയാതെയാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഇവിടെ ഏത് പഞ്ചായത്തിലാണ് ബി ജെ പി അങ്ങ് വലിയ ശക്തിയായത്? അവിടെ യു ഡി എഫിന് ക്ഷീണം സംഭവിക്കുന്നിടത്തൊക്കെ ബി ജെ പി കുറച്ച് കയറിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെ ഓവർകം ചെയ്യാൻ ബി ജെ പിക്ക് ഇപ്പോഴും കഴിച്ചിട്ടില്ല, കഴിയത്തുമില്ല. ഇതാണ് വസ്തുത. ഈ വസ്തുത നിലനിൽക്കുമ്പോൾ ആരേലും പറഞ്ഞത് എന്തേലും കേട്ടിട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്താവും. 2 ബ്ലോക്ക് പഞ്ചായത്തും മാവേലിക്കര ചെങ്ങന്നൂർ ഞങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷം ജയിച്ചു. ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ആ വസ്തുത പരിശോധിക്കുക. അത് പരിശോധിക്കാൻ തയ്യാറാകാതെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അശ്വിൻ, പാർട്ടി ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടും പാർലമെന്ററി വ്യാമോഹങ്ങളാണ് വീണ്ടും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിലേക്ക് സുധാകരനെ എത്തിക്കുന്നത് എന്നതാണോ നേതാക്കൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? കഴിഞ്ഞ നാളുകളിലും നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു പ്രതിരോധ ശ്രമം എന്നുള്ള നിലയിൽ ജി സുധാകരനെതിരെ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയുണ്ട്. അത് ജില്ലാ സെക്രട്ടറി ആർ നാസറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് സുധാകരനെതിരായ ക്യാമ്പയിൻ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ് ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലെ തീരുമാനം. അതായത് സുധാകരൻ പാർട്ടിയെ ചതിച്ചു എന്ന പാർട്ടി നിലപാട്, അത് പാർട്ടി വാക്യം, അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക, പാർട്ടി അണികളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ എം പി ഗോവിന്ദനെ അടക്കം എത്തിച്ച് ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റിലെ തീരുമാനം. ഇന്ന് നടക്കുന്ന പരിപാടിയോടുകൂടി അതിന് തുടക്കമാവുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന യോഗങ്ങളിലടക്കം ജി സുധാകരന് പാർട്ടി നൽകിയതും പാർട്ടിക്ക് ജി സുധാകരൻ നൽകിയതും എന്താണ് എന്നത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ആണ് പ്രധാന ലക്ഷ്യം. ഇന്ന് 4 മണിക്കാണ് ബഹുജന മാർച്ച്. അത് VS അച്യുതാനന്ദന്റെ വീടിന് സമീപത്ത് നിന്ന് ജി സുധാകരന്റെ വീട്ടിന് സമീപത്തേക്കുള്ള പ്രതിഷേധ മാർച്ചായി മാറും. 5000-ലധികം ആളുകളെ പങ്കെടുപ്പിക്കും എന്നുള്ളതാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ പരിപാടികളുമായി, പ്രതിരോധ പരിപാടികളുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.